ഷൈൻഡോനൊക്കെ ഇപ്പൊ മമ്മൂക്കാടെ എല്ലാ സിനിമ മമ്മൂക്ക അഭിനയിച്ചു വെച്ച എല്ലാ സിനിമയിലും മമ്മൂക്ക കൂടെ കൊണ്ടുകിടപ്പാണ്. ആ സിനിമയിലേക്ക് എന്നെ മമ്മൂക്കാടെ കൂടെ തന്നെ എത്താൻ പറ്റി, മമ്മൂക്കാടെ കൂടെ ഷെയർ ചെയ്യാൻ പറ്റിയ സ്ക്രീൻ വലിയൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അത് എങ്ങനെ ഉണ്ടായിരുന്നു പറയും? അടിപൊളിയായിരുന്നു. മമ്മൂക്കയുടെ പാടിയായിട്ടാണ് അഭിനയിക്കുന്നത്. മമ്മൂക്ക ഫാൻ ബോയ് ആയിരുന്നില്ലേ പണ്ട്, ആയിക്കൊണ്ടിരിക്കുന്നു, ശ്രദ്ധിക്കുന്നു, അങ്ങനത്തെ പരിപാടികളൊക്കെ ഉള്ളു. ഷൈൻ്റെ കസിൻ, ഷൈൻ്റെ അനിയൻ തന്നെയാണ്, സ്വന്തം അനുജനാട്ടോ. അതാണ് പല ആൾക്ക് ഷൈൻ്റെ സ്വന്തം അനുജനാണ്. ഉണ്ടാവും, വേറെ ശ്രമമുണ്ട്. അല്ല, ഈ സബ്ജക്ട് കേട്ടിയപ്പോഴോ എങ്ങനെയാണ് ചേട്ടൻ അഭിനയിക്കുന്ന സിനിമ ആരാണ് ആദ്യമായിട്ട് ഞാനും ചേട്ടനും ആദ്യമായിട്ട് സ്ക്രീനിൽ ഒരുമിച്ച് വരുന്ന പടമാണത്. ഇതിനു മുമ്പ് ഞങ്ങൾ ക്രിസ്റ്റഫർ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഒരുമിച്ച് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ആദ്യമായിട്ട് ഒരുമിച്ച് വരുന്ന പടമാണ്. അത് ഭയങ്കര വീട്ടിൽ ഒരുമിച്ച് കാണാറുണ്ട്. വീട്ടിലെ കല്യാണം പുറത്താണ് കൂടുതൽ ഒരുമിച്ച് കാണാറ്. ആരാണ് ആദ്യം വിളിക്കുന്നത് ഈ സിനിമയിലേക്ക് സബ്ജക്ട് പറഞ്ഞത്? ആഷിക്ക് പറഞ്ഞിട്ട്, ആഷിക്കും ഇരുന്ന് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ടീന തന്നെയാണ് വിളിക്കുന്നത്. അങ്ങനെ പോയി അഭിനയിച്ചു. ആദ്യ ദിവസം വിളിച്ചിട്ട് പിന്നെ 2 ദിവസം, 3 ദിവസം, 4 ദിവസം. ആദ്യ ദിവസം തുടങ്ങുന്നത് അല്ലേ? അല്ല, നല്ലൊരു എക്സ്പീരിയൻസ്. നന്നായിട്ട് ചെയ്യുകയും ചെയ്തപ്പോഴാണ് നമ്മള് ജോക്കുട്ടനെ എനിക്കൊക്കെ പേഴ്സണൽ അറിയാവുന്ന ജോക്കുട്ടൻ വേറെ സിനിമയിൽ അഭിനയിച്ചു. അതെ, വേറെ സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് മമ്മൂക്കാടൊപ്പം അഭിനയിക്കുമ്പോഴുള്ള അതിനൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. മമ്മൂക്കാടൊപ്പം സ്ക്രീൻ ചെയ്തപ്പോൾ അവിടെ ഡയലോഗ് വരുന്നുണ്ട്, മമ്മൂക്കാട് ഒപ്പം നിൽക്കണം. അതിന് നിങ്ങൾ ടെൻഷനാണോ? പിന്നെ എന്താ പറയും? എനിക്കറിയില്ല എന്താ പറയുന്നത്. ജോക്കുട്ടൻ എന്താണ് അനുഭവിച്ചത്? എനിക്ക് അനുഭവിച്ച എന്താന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. സിനിമകളുടെ ഒരു പാറ്റേൺ ഒക്കെ അറിയാം. പുള്ളിക്കാരൻ ചെയ്തു വെക്കുന്ന ഒരു പ്രത്യേക ഒരു സ്വാഗ് ഉണ്ട്, അല്ലെങ്കിൽ പുള്ളിക്കാരൻ ഒരു ആക്ഷന്റെ രീതികളൊക്കെ ഉണ്ടാകും. എപ്പോഴെങ്കിലും അത് എന്തെങ്കിലും ഇൻസ്പയർ ചെയ്യണം, അല്ല അതൊന്ന് ഫോളോ ചെയ്യണം എന്ന് തോന്നുന്നു? ചെറുപ്പത്തിലുള്ള ചേട്ടൻ കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇപ്പോഴുള്ള ചേട്ടനല്ല കണ്ടിട്ടുള്ളൂ. അത് അറിയില്ലല്ലോ, നിങ്ങൾക്ക് അറിയില്ലല്ലോ, പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതെന്നെ ചെറുപ്പത്തിലുള്ള ചേട്ടൻ കണ്ടിട്ടുണ്ടോ? അത് ചെറുപ്പം മുതൽ കഥ പറയണ്ടേ? 10-35 കൊല്ലത്തെ തിയേറ്ററോ? സിനിമകളുടെ ഒരു പാറ്റേൺ ഒക്കെ അറിയാം. പുള്ളിക്കാരൻ ചെയ്തു വെക്കുന്ന ഒരു പ്രത്യേക ഒരു സ്വാഗ് ഉണ്ട്, അല്ലെങ്കിൽ പുള്ളിക്കാരൻ ഒരു ആക്ഷന്റെ രീതികളൊക്കെ ഉണ്ടാകും. എപ്പോഴെങ്കിലും അത് എന്തെങ്കിലും ഇൻസ്പയർ ചെയ്യണം, അല്ല അതൊന്ന് ഫോളോ ചെയ്യണം എന്ന് തോന്നുന്നു? ചെറുപ്പത്തിലുള്ള ചേട്ടൻ